എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പല സമയത്ത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ വാങ്ങുന്നവരാണ്. മൊബൈൽ ഫോണ്, ലാപ്ടോപ്പുകൾ, ഹെഡ്ഫോണുകൾ, അങ്ങനെ മറ്റു ഒരുപാട് അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ഹോം അപ്ലയൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഗാഡ്ജറ്റുകൾ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ പല സമയങ്ങളിലായിട്ട് നമ്മൾ അത് എല്ലാവരും വാങ്ങിക്കുന്നവരാണ്. എല്ലാവരുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഉണ്ടാവും. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ പരസ്യം നമുക്ക് വരുന്ന ഒരു ഒരു കടയാണ്, അല്ലെങ്കിൽ ഒരു ഷോപ്പാണ് മൈജി എന്ന് പറഞ്ഞിട്ടുള്ളത്. മൈജി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ തന്നെ എന്താണ്, കേരളത്തില് ഏറ്റവും വില കുറഞ്ഞ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുന്നത് മൈജിയിലാണെന്ന് പറഞ്ഞിട്ടാണ് മോഹൻലാലും മഞ്ജു വാര്യറും പിന്നെ മറ്റു കുറെ ആൾക്കാരും സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇവര് പരസ്യം ചെയ്യുന്നു. എന്നാൽ ഇത് ശരിക്കും നിങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ്, ശരിക്കും മണ്ടത്തരമാണ്. നിങ്ങളാണ് ഇതിൽ ശരിക്കും പറ്റിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കാരണം മൈജിയിൽ നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ച് ഈ ബ്രാൻഡ് അംബാസിഡർമാരായിട്ടുള്ള മോഹൻലാലിനെയും മഞ്ജു വാര്യറൊക്കെ വിശ്വസിച്ച് നിങ്ങൾ അവിടെ പോയിട്ട് സാധനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് അവിടെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഏറ്റവും കൂടുതൽ റേറ്റ് വാങ്ങിക്കുന്നത് മൈജി ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു പ്രൊഡക്റ്റിന് ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് മൈജിയാണ്. ഓക്സിജനേക്കാൾ പൈസ കൂടുതലാണ്, ഇമേജ് ഇതിനേക്കാൾ പൈസ കൂടുതലാണ്, ക്രോമയേക്കാൾ പൈസ കൂടുതലാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ടൗൺ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് കോഴിക്കോട് ടൗൺ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. കോഴിക്കോട് ടൗണിൽ ഒരു 1.5 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഞാൻ സെലക്ട് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്ത ലാപ്ടോപ്പ് ലെനോവോ ഐഡിയോ പാഡ് എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പിന് കോഴിക്കോട് ഇമേജിൽ ഒരു റേറ്റ്, ഓക്സിജനിൽ പോയപ്പോൾ വേറൊരു റേറ്റ്. ഇമേജിലും ഓക്സിജനിലും തമ്മിൽ വലിയ മാറ്റമില്ല, എന്നാലും കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നപ്പോഴാണ് ക്രോമയിൽ പോകുന്ന സമയത്ത് ഒരേ സ്പെക്കുള്ള സെയിം സാധനം, ഒരു സ്പെക്കിലൊന്നും ഒരു മാറ്റവും ഇല്ല, എക്സാക്ട് സ്പെക്കുള്ള ഇതേ ലാപ്ടോപ്പ് ക്രോമയിൽ കോഴിക്കോട് ടൗണിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രോമയിൽ പോകണം. ഏറ്റവും വില കുറവ് അവിടെയാണ്. ഇതേ സാധനത്തിന് ഇപ്പം ഒരു 30,000 രൂപന്റെ ഒരു ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പിന് മൈജിയിലേക്ക് എത്തുന്ന സമയത്ത് 36,000 37,000. മാത്രമല്ല, ഇത് എങ്ങനെയാണ് ഈ 36,000 37,000 ഉള്ളത്? ഇത് വിത്ത് ഓഫർ. അവർ പറയുന്ന ഓഫർ കഴിച്ചിട്ടാണ് ഈ ഒരു റേറ്റ്. ഓഫർ ഇല്ലാതെ അതിന്റെ റേറ്റ് എത്ര ആയിരിക്കും? ഇങ്ങനെ ഇത് മാത്രമല്ല, എല്ലാ സാധനങ്ങൾക്കും നിങ്ങൾക്ക് മൈജിയിൽ വില കൂടുതലാണ്. പിന്നെ ഇവര് ചില സാധനങ്ങൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന സമയത്ത് അതിന്റെ കൂടെ ചില ഗാഡ്ജറ്റുകൾ തന്നിട്ട് നമ്മൾ പറ്റിക്കപ്പെടും. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ കോർപ്പറേറ്റ് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത്, ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗാഡ്ജറ്റുകൾ, ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും, പാക്കിങ്സുകളൊക്കെ ഉണ്ടാവും. അത് ആണ് നമുക്ക് തരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പം ഒരു കൂൾ ബാർ ഷോപ്പിൽ അവിടെ വെള്ളം, എത്ര കേസ് വെള്ളം ഇറക്കുമ്പോൾ ഒരു കേസ് വെള്ളത്തിന്റെ കേസ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇതിൽ നടക്കുന്ന അത്. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, ഓക്കെ. പക്ഷെ ഇവര് നമ്മളെടുക്കുന്ന ഒറിജിനൽ ആയിട്ട് പ്രൊഡക്റ്റിന് കൂടുതൽ പൈസ ഈടാക്കുന്നുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഇത് ഞാൻ വെറുതെ എനിക്ക് എന്തെങ്കിലും, എന്നിട്ട് ഞാൻ അവിടെ സാധനം വാങ്ങിയിട്ടില്ല, ഞാൻ ഇതുവരെ മൈജിയിൽ എന്നെ പറ്റിക്കാൻ ഞാൻ അവർക്ക് അവസരം കൊടുത്തിട്ടില്ല. അപ്പോ ഇത് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു മൊബൈൽ ഫോണോ എന്തെങ്കിലും ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈജിയിൽ പോകരുതെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ മൈജിയിൽ പോകണം. അവിടുത്തെ റേറ്റ് അന്വേഷിക്കണം. എന്നിട്ട് തൊട്ടടുത്ത് ഓക്സിജൻ ഉണ്ടെങ്കിൽ അവിടുത്തെ റേറ്റും അന്വേഷിക്കണം. ഇനി അപ്പുറത്ത് വേറെ ഏതെങ്കിലും ഇമേജോ അങ്ങനെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ റേറ്റും അന്വേഷിക്കണം. പക്ഷെ ഇത് ഏത് അന്വേഷിക്കാൻ നിങ്ങൾ മറന്നുപോയാലും ക്രോമയിലെ റേറ്റും കൂടി അന്വേഷിക്കണം.
ഞാൻ ഇതൊരു ക്രോമയുടെ പ്രൊമോഷൻ ഒന്നുമല്ല, പക്ഷെ ക്രോമയിലാണ് നമുക്ക് ഇപ്പോൾ ഉള്ളതിൽ ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്നത്. പക്ഷെ ചിലപ്പോൾ അതിലേറെ കുറഞ്ഞതുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും പറയാം. ഇനി ഇതൊന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നമുള്ളത്? ഓൺലൈൻ നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്നത് തന്നെയാണ് ഓൺലൈൻ. പക്ഷെ ആളുകളുടെ ഇപ്പോഴത്തെ അപ്പോഴും ഉള്ള ഒരു പേടി ആണ്, ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് വാറണ്ടി കിട്ടുമോ എന്താന്നൊക്കെ ഉള്ള ഒരു പേടി മാത്രമാണ്. ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ്, ആമസോൺ പോലെയുള്ള ഒരു വെബ്സൈറ്റിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാരണം നിങ്ങൾ ഒരു ബ്രാൻഡഡ് സാധനമാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ബില്ലുണ്ട്, നിങ്ങൾക്ക് അത് വാറണ്ടി രജിസ്റ്റർ ചെയ്യാം. ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വാറന്റിയും കിട്ടും. പിന്നെ അതിലും ഒരു പ്രശ്നമില്ല. എന്നാൽ പോലും അതിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോമ എന്ന് പറയുന്നത് ടാറ്റന്റെ ഒരു ഷോപ്പാണ്. ടാറ്റ കമ്പനീന്റെ ഒരു ഷോപ്പാണ് ക്രോമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ക്രോമയിൽ നിന്ന് എടുക്കണം എന്ന് പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഒരു മൊബൈൽ, ഒരു സാംസങ്ങിന്റെയോ അല്ലെങ്കിൽ മറ്റു റെഡ്മിയോ ഏതെങ്കിലും ഒരു ഫോൺ എടുക്കാൻ പോകുന്ന സമയത്ത് അതേ ഫോണിന് മറ്റൊരു കടയിലും കൂടി വില ചോദിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മൈജിയിൽ വില കുറവാണോ, വില കുറവിന്റെ ഉത്സവമാണോ, നിങ്ങളെ പറ്റിക്കലാണോ എന്താന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. പക്ഷെ എങ്ങനെയുള്ള ഫോണുകൾക്ക് മാത്രം ഒരേ റേറ്റ് ആവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഐഫോണിന് നിങ്ങൾ മൈജിയിൽ പോയാലും ക്രോമയിൽ പോയാലും ഒക്കെ ഒരു റേറ്റ് തന്നെ ആയിരിക്കും. ചെറിയ എന്തെങ്കിലും ഓഫറുകൾ, അവരുടേതായിട്ടുള്ള ഓഫറുകൾ, ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ സ്റ്റോക്കിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമേ ഐഫോണിലൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെയുള്ള ഏത് ഫോൺ ആണെങ്കിലും, ഇപ്പം അല്ലെങ്കിൽ AC ആണെങ്കിലും, ഫ്രിഡ്ജ് ആണെങ്കിലും, വാഷിംഗ് മെഷീൻ ആണെങ്കിലും, ലാപ്ടോപ്പ് ആണെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള ആപ്പിൾ മാക്ബുക്ക് അതിൽ പെടൂല, അത് എക്സംഷൻ ആണ്. ആപ്പിളിന്റെ പ്രൊഡക്റ്റുകളല്ലാത്ത എല്ലാം നിങ്ങളെ മൈജിയിൽ നന്നായിട്ട് പറ്റിക്കും. ഇത്രയും പൈസയും കൊടുത്ത് മോഹൻലാലിനെയും മഞ്ജു വാര്യറിനെയും ഒക്കെ വെച്ച് പരസ്യം ചെയ്യുന്നവർക്ക് മോഹൻലാലും മഞ്ജു വാര്യറും മറ്റ് സെലിബ്രിറ്റികളും ഒന്നും ഇവർക്ക് വെറുതെ പരസ്യം കൊടുക്കില്ല. ഇതിനൊക്കെ ഇവർ പൈസ വാങ്ങുന്നുണ്ട്, നല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ വാങ്ങുന്നുണ്ട്. ഈ പൈസ ഇവർക്ക് എവിടുന്നാ കിട്ടുന്നത്? ഇവർ ഈ പ്രൊഡക്റ്റിലൂടെയാണ് അത് ഈടാക്കുന്നത്. അപ്പം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, മൈജി എന്ന് വാങ്ങുക എന്നുള്ള ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷനും കൂടി എടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കോളൂ, എവിടെ നിന്നാണ് കുറവുള്ളതെന്ന് അനുസരിച്ചേക്കാൻ. ഇനി ഞാൻ പറയുന്ന ഇതേ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോധ്യപ്പെട്ട പലരും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഈ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണമെന്ന് ഞാൻ പറയാം.